മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ നിലവിൽ സമാധാനപരമാണ്. വനിതാ പ്രവർത്തകരടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരമാവധി ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ അണിചേർന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന രാഹുൽ മാങ്കൂട്ടത്തിന് നേതൃത്വത്തിലുള്ള പുതിയ സംസ്ഥാന സമിതിയുടെ ആദ്യ ഒരു സമര പരിപാടി എന്ന നിലയ്ക്ക് കൂടി അതിനെ വിജയകരമാക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. പരമാവധി പ്രവർത്തക പങ്കാളിത്തം ഉറപ്പിച്ചുകൊണ്ട് ഒരു വലിയ കടൽ പോലെ ഇരമ്പാൻ കഴിയുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അവിടെ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. നവകേരള സദസ്സിന് തുടങ്ങിയ അന്ന് മുതൽ ഈ ദിവസം വരെ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ എല്ലായിടത്തും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അടിച്ചൊതുക്കുന്ന സമീപനമുണ്ടായി കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും എന്നുള്ള വിമർശനമാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. ഒരു ഗൺമാൻ അടക്കം ഇറങ്ങി തല്ലിയൊതുക്കുന്ന കാഴ്ചയൊക്കെ കേരളം കണ്ടതാണ്. അതിൽ വലിയ പ്രതിഷേധം ഉയർന്നതാണ്. ഒടുവിൽ കൊല്ലത്താണ് തിരിച്ചടി എന്ന മട്ടിൽ ഒന്നുണ്ടായത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന മട്ടിൽ ഒക്കെയുള്ള നേതൃത്വത്തിന്റെ പ്രതികരണവും പ്രതിഷേധവും ഒക്കെ കണ്ടു. അതിനെ തുടർന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് നവകേരള സദസ് നടക്കുമ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനം. സലീം മാലിക് കൂടിച്ചേരുന്നു. സലീം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതിയുടെ അല്ലെങ്കിൽ പുതുതായി തെരഞ്ഞെടുത്ത സംസ്ഥാന സമിതിയുടെ ആദ്യ പ്രതിഷേധ പരിപാടി ഗംഭീരമാക്കാൻ യൂത്ത് കോൺഗ്രസിന് കഴിയുന്നോ? സലീം. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ മുദ്രാവാക്യമൊക്കെ ഉയർത്തി മുഖ്യമന്ത്രിയാണോ മുഖ്യ ഗുണ്ടയാണോ എന്നുള്ളതാണ് അവരുടെ ബാനറിന്റെ മുഖ്യ പ്രമേയം.